സമീപകാലത്ത് ഈ ഇടുക്കി മേഖലകളിലൊക്കെ ഇതുപോലെ 50-ൽ താഴെ പ്രായമുള്ള അല്ലെങ്കിൽ 50-52 വയസ്സ് പ്രായമുള്ള ഈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് പേര് മരിക്കുന്നു. ഇതെല്ലാം തന്നെ ലിവർ സിറോസിസ് ആണ്. വല്ലാത്ത കഷ്ടമാണ്. കുടുംബം അനാഥമാവുകയാണ്. അവിടെ നമ്മൾ പലപ്പോഴും ചിലരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ വല്ലാത്ത കഷ്ടമാണ് അവരുടെ ഒരു അവസ്ഥ. നമുക്ക് ഈ വർത്തമാന കാലത്ത് ഈ കാലവർഷക്കെടുതികൾ വരുന്നവരെയാണ്, ഓരോ കുടുംബങ്ങളിലും ഒരു കൊടുങ്കാറ്റ് വരുന്നവരാണ് നമ്മൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയോ, പല വീടുകളിലും കുടുംബനാഥന്മാര് ദിവസം നേരം കൊടുക്കുമ്പോൾ മരിച്ചു കിടക്കുന്നു, മരിച്ചുപോയി, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിരുന്നു, കൊണ്ടുപോയി മഞ്ഞപ്പിത്തം പിടിച്ചു, കരട് പോയി. ഇപ്പൊ ഈ കരട് പോയ ഒത്തിരി കുടുംബനാഥന്മാര് മാത്രമല്ല, ഒത്തിരി ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താണ് സാർ ഇതിന്റെ ഒരു ഇത്തരം സന്തോഷത്തിന് മധ്യം, സങ്കടത്തിന് മധ്യം ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മദ്യപാനത്തിലേക്ക് പോകുന്നത് സമന്മാരാകാൻ പറ്റും. ഇപ്പൊ അതിനൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് തോന്നുന്നു, ഈ ഹൈറേഞ്ച് പോലുള്ള സ്ഥലങ്ങളിലേക്ക്. നമ്മുടെ ഒരു ഗ്രാമനഗരമാണ് അടിമാലി കാണുന്ന പല മനുഷ്യരും ഇപ്പൊ മദ്യത്തിനടുക്കുമ്പോഴാണ് നമ്മൾ കാണാൻ സാധ്യത. അതെ അതെ അതെ, ഇത് വലിയ രൂക്ഷമായൊരു പ്രശ്നമാണ്. ഇപ്പൊ അത് ഈ അന്താരാഷ്ട്ര ക്ലബ്ബുകൾ, ഇന്റർനാഷണൽ ക്ലബ്ബുകൾ ധാരാളമായിട്ട് ഈ കുഗ്രാമങ്ങളിലേക്ക് ചേക്കേറുകയാണ്. കാരണം അവർക്ക് ഒരു പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അവാർഡുകളുണ്ട്, മറ്റ് ടീമുകൾ, അതൊക്കെയാണ് ഒരു കാര്യം. അപ്പൊ ഇവര് ഒരു 20-25 പേരെ സംഘടിപ്പിച്ച് ഒരു പുതിയ യൂണിറ്റ് ഉണ്ടാക്കി. ഇപ്പൊ ഇടുക്കി പോലുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച്, വയനാട് പോലുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് അവിടെ കൂടുതലായിട്ടും കർഷകരും സാധാരണ മനുഷ്യരായിരിക്കും ജീവിക്കുന്നത്. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചു പോകുന്നവരാണ്. അപ്പൊ ഇവരെ നിർബന്ധം പുലർത്തി ഇവർക്ക് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവർ ഈ ക്ലബിലേക്ക് മെമ്പറാക്കി ചേർക്കുന്നു. അതിനുശേഷം ഈ ക്ലബിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഡ്രസ് കോഡ് മാറണം. ഈ പാൻസും അതുപോലെ ഷർട്ടും മുണ്ട് പോലെ. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഡ്രസ്സ് മാറ്റി കോട്ടും ഷൂട്ടും ഒക്കെയാണ്. അപ്പൊ ഇത് കണ്ട് വയ്യാത്ത മട്ടി കയ്യാല കയറി എന്ന് പറഞ്ഞ പോലെ ഇവരിതിനകത്തേക്ക് അയക്കും. അടുത്ത പിന്നെ മീറ്റിങ്ങുകളാണ്. അപ്പൊ വലിയ വലിയ ആളുകളുമായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരികയും അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ ഇവർക്ക് നോ പറയാൻ കഴിയാതെ, നോ പറയാൻ പറ്റാതെ വരുമ്പോൾ ഇവർ ഈ മദ്യത്തിലേക്ക് കടക്കും. ഈ മദ്യത്തിലേക്ക് ഇവരെ കടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ചെറിയ ക്വാണ്ടിറ്റി നിത്യേന കഴിച്ച് ജീവിച്ചു വന്നത് പ്ലാനിങ് ആണ്. അവർക്ക് ഇതിന്റെ അകത്ത് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പക്ഷെ ഇവർക്ക് ഈ കുഴി ചാടി കഴിഞ്ഞാൽ കയറി പോകാൻ പറ്റും. വേണ്ടാത്ത സാധനങ്ങൾ വേണ്ട എന്ന് ആരോടും പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവണം. ഹെർബർട്ട് ഫെൻസറിന്റെ ഒരു ബുക്കുണ്ട്, ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ എന്നുള്ളതാണ്. നിങ്ങൾ കൃത്യസമയത്ത് നോ പറയാൻ പഠിക്കണം. നോ പറയാൻ പഠിച്ച ജീവിതത്തിൽ നിങ്ങൾ പകുതി വിജയിച്ചു. പകുതി ഈ നോ പറയാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള പകുതി തീരുമാനത്തിൽ എത്തിച്ചേരാൻ. അല്ല, ഇത്തരം സാധ്യതകൾ നമ്മളുമായിട്ട് നമുക്ക് ചേർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പെടാതിരിക്കുക. നമ്മുടെ ഒരു ജീവിതക്രമമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പോവുക. അല്ലെ, സാധാരണ ഈ കപ്പ കഞ്ഞിയോ കഴിച്ച് വളരെ സന്തോഷവാന്മാരായി നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഫ്രൈഡ് റൈസും ചിക്കനും ഇതൊന്നും ദഹിക്കില്ല. നമുക്ക് കപ്പയും കഞ്ഞി ആഹാര രീതിയിൽ തന്നെ നമുക്ക് നോ പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തീർന്നു. നമ്മളിപ്പോ അവരോടൊപ്പം കയറി നിൽക്കുമ്പോ അവരോടൊപ്പം നമ്മൾ ഡാൻസ് ചെയ്യേണ്ടി വരും. വലിയ കാര്യമുണ്ട്.